ഗായ്സ്, നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മൂടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ 2 തക്കാളി കുറച്ച് വലുതായിട്ട് അരിഞ്ഞതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു സവോളയും ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളായിട്ടുള്ള 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപ്പും കൂടെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പാത്രം നമുക്ക് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് മൂടി വെച്ച് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളയ്ക്കുന്നോടം വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലേക്കും വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 2 പിടി തേങ്ങയും കുറച്ച് ജീരകവും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തിളവി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർക്കാവുന്നതാണ്. അവസാനമായിട്ട് നമ്മുടെ തക്കാളി കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കടുക് തളിച്ച് ചേർക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം വേണം തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം.